അഗസ്ത്യമുനിയുടെ പുണ്യസ്മരണകൾ തഴുകിയുണർത്തുന്ന നെയ്യാറിൻ്റെ സംഗമ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന കൊച്ചു ഗ്രാമമാണ് പൂവാർ. അറബിക്കടലിൻ്റെ തീരത്ത് വിദേശികളുടെ പർദീസയായി മാറിക്കൊണ്ടിരിക്കുന്ന കടലോര മക്കളുടെ ഗ്രാമം. സംസ്കാരം, തൊഴിൽ, ഭാഷ എന്നിവയിലൂടെ തങ്ങളുടേതായ തനിമ സൂക്ഷിക്കുന്ന കൊച്ചു ഗ്രാമം. നാനാമതസ്ഥർ ഇടതിങ്ങി പാർക്കുന്ന ഈ ഗ്രാമം അനേകം പുണ്യാത്മാക്കളുടെ പാദസ്പർശം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യത്തിൽ പരിലസിക്കുന്ന ഈ ഗ്രാമം സന്ദർശകർക്ക് മറക്കാനാവാത്ത വിധം മനസ്സുകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ആദ്യകാലങ്ങളിൽ പോക്കുമൂസാപുരം എന്ന പേരിലാണ് പൂവാർ അറിയപ്പെട്ടിരുന്നത്. ആദ്യകാലം മുതലേ പൂവാറിൻ്റെ യശസ്സുണർത്തിയ ആരെയും ആകർഷിക്കുന്ന പ്രകൃതി ദൃശ്യങ്ങളായ പാർവതി പുത്തനാർ, പൊഴിക്കര എന്നറിയപ്പെടുന്ന വളവാർ എന്നിവ ശ്രദ്ധേയങ്ങളാണ്. ഈ ആറുകളിലൂടെയാണ് ഇവിടെ കൃഷി ചെയ്തിരുന്ന കാർഷിക വിഭവങ്ങളും മുള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളും നിലമ്പൂർ വനങ്ങളിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റും പേർഷ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചിരുന്നത്. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എട്ടുവീട്ടിൽ പിള്ളമാരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി പൂവാർ കല്ലറയ്ക്കൽ വീട്ടിൽ ഒളിച്ചു താമസിച്ചിരുന്നു. ഈ സമയത്ത് പാർവതി പുത്തനാറിൻ്റെ തീരത്ത് മുഖം കഴുകാനെത്തിയ മഹാരാജാവ് അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ആറിൻ്റെ ഇരുതീരത്തുമായി നിന്നിരുന്ന കൂവാളപ്പൂക്കൾ ആറിനെ രക്തവർണം അണിയിച്ചു നിൽക്കുന്നു. ഈ മനോഹര ദൃശ്യം കണ്ട മഹാരാജാവ് പൂക്കളാൽ സമ്പന്നമായ ആറിനെ പൂവാർ എന്ന് വിളിച്ചു. അങ്ങനെ പോക്കുമൂസാപുരം പൂവാർ എന്ന ഗ്രാമമായി പരിണമിച്ചു. 1544 ഈശോസഫ പുരോഹിതനായ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ആഗമനത്തോടെയാണ് കേരള തീരപ്രദേശത്ത് ക്രിസ്തുമത പ്രചാരണവും മതപരിവർത്തനവും സംഭവിക്കുന്നത്. 1644 ഈശോസഭ വൈദികനായ ആൻഡ്രൂ ലോപ്പസ് റോമിലേക്ക് അയച്ച റിപ്പോർട്ടിൽ തിരുവനന്തപുരം അതിരൂപതയിലെ മാമ്പള്ളി, വേളി, വെട്ടുകാട്, വലിയതുറ, പൂന്തുറ, കരിങ്കുളം, പൂവാർ, കൊല്ലങ്കോട്, വള്ളവിള, തൂത്തൂർ എന്നീ ഇടവകകളിലൂടെ വിശുദ്ധൻ്റെ പാദസ്പർശം ലഭിച്ചതായും പരാമർശിക്കുന്നുണ്ട്. മലബാർ പ്രൊവിൻസിൻ്റെ കീഴിലായിരുന്ന കൊച്ചി രൂപതയിൽപ്പെട്ട തിരുവനന്തപുരം രൂപത 1937 മാത്രമാണ് തിരുവനന്തപുരം രൂപത എന്ന പേരിൽ സ്ഥാപിതമാകുന്നത്. പൂവാർ എന്ന ഈ ഇടവകയും ഇതിൻ്റെ ഭാഗമായാണ് നിലകൊള്ളുന്നത്. 1053 മാനുവൽ എന്നൊരു വൈദ്യർ പൂവാറിൽ വരികയും വൈദ്യർ, ബാർബർ, ആശാരി എന്നീ പേരുകളിൽ അറിയപ്പെടുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഒരു കുടിലിൽ താമസിക്കുകയും 6 കുടുംബങ്ങളെ 5 കുടിലുകളിലായി പാർപ്പിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് ഈ കുടിലുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു ഓലപ്പുര കെട്ടുകയും അത് ഒരു പ്രാർത്ഥനാലയമായി മാറുകയും ചെയ്തു. 1057 തീപിടുത്തത്തിൽ ഈ ഓലപ്പുര കത്തി നശിക്കുകയും തുടർന്ന് വിശ്വാസികൾ കരിങ്കല്ല് കൊണ്ട് ഒരു ദേവാലയം പണിയുവാൻ തീരുമാനിക്കുകയും ചെയ്തു. മാനുവലിൻ്റെ കാലം മുതൽ തന്നെ പൂവാറിൽ ക്രിസ്തുമത വിശ്വാസികൾ ജീവിച്ചിരുന്നു. കരിങ്കുളം ഇടവകയുടെ ഭാഗമായിരുന്ന പൂവാർ 1968 സ്വതന്ത്ര ഇടവകയായി പ്രഖ്യാപിക്കപ്പെട്ടു. 1971-72 കാലയളവിൽ ഫാദർ സിൽവസ്റ്റർ മൊറായസിൻ്റെ നേതൃത്വത്തിൽ പള്ളിയുടെ അൾത്താര പുനർനിർമ്മിക്കുകയും പള്ളിയുടെ കിഴക്കുഭാഗം ഇറക്കി പണിയുകയും ചെയ്തു. 1986 ഒക്ടോബർ മാസം 7-ാം തീയതി ഫാദർ ആൻ്റണി സിൽവസ്റ്ററുടെ മേൽനോട്ടത്തിൽ ദേവാലയം ഒരിക്കൽ കൂടി പുതുക്കി പണിതു. 2003 ജൂൺ 8-ാം തീയതി ഫാദർ മരിയ ഡൊമിനിക് ഇന്ന് പൂവാറിൽ തല ഉയർത്തി നിൽക്കുന്ന ദേവാലയവും പൂവാറിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ പിയാത്ത പാർക്കും പണിയുകയുണ്ടായി.
2004 നവംബർ 14 തിരുവനന്തപുരം അതിരൂപത മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ സൂസവാക്യം പിതാവ് ദേവാലയത്തിൻ്റെ ആശീർവാദ കർമ്മം നിർവഹിച്ചു. തിരുവനന്തപുരം അതിരൂപതയിലെ വിശുദ്ധ ബർത്തലോമിയോ അപ്പോസ്തലൻ്റെ നാമധേയത്തിലുള്ള ഏക ഇടവകയായ പൂവാർ ദേവാലയം ഇന്ന് എല്ലാ വിശ്വാസികളുടെയും ആരാധനാലയമായി തീർന്നിരിക്കുന്നു. ധാരാളം വിശ്വാസികൾ ഈ ദേവാലയത്തിൻ്റെ മനോഹരിത ആസ്വദിക്കുവാൻ എത്തിച്ചേരാറുണ്ട്. ആയിരത്തി 1951 പൂവാറിൽ വിശുദ്ധ അന്തോനീസിൻ്റെ കുരിശടി സ്ഥാപിച്ചു വണങ്ങി പോരുകയും തുടർന്ന് വന്ന വൈദികർ ഈ കുരിശടി 2 തവണ പുതുക്കി പണിയുകയും ചെയ്തു. 1970കളിൽ ഒരു പെസഹ ദിനത്തിൽ ഇന്നും നിലനിൽക്കുന്ന കൊടിമരം കടലിൽ കാണപ്പെടുകയും ദുഃഖവെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം അന്നത്തെ വികാരിയും നാട്ടുകാരും ചേർന്ന് അതിനെ കരയ്ക്കടിപ്പിക്കുകയും കൊടിമരമായി ഉയർത്തി സ്ഥാപിക്കുകയും ചെയ്തു. 1976 വിശുദ്ധ മിഖേലിൻ്റെ കുരിശടി ലയോളയോട് ചേർന്ന് സ്ഥാപിതമായി. ഇടവകയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ഇടവക വികാരി തന്നെയാണ്. കൈക്കാരന്മാരുടെ സേവനം ഇടവക വികാരിക്കും പള്ളിക്കും ലഭിച്ചിരുന്നു. ഇതുകൂടാതെ പള്ളിക്കാര്യങ്ങളിൽ മെലിഞ്ചി, കണക്കൻ എന്നിവർ സഹായിക്കുന്നു. 1990കളിൽ BCCയുടെ രൂപീകരണത്തോടുകൂടി ഇടവകയ്ക്ക് കൂടുതൽ ആത്മീയ ഉണർവ് ലഭിച്ചു തുടങ്ങി. ഇന്ന് BCC യൂണിറ്റുകൾ വഴിയാണ് പള്ളി കമ്മിറ്റിയിലേക്ക് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്. ഇവരുടെ സേവനങ്ങൾ നിസ്തുലവുമാണ്. വിദ്യാഭ്യാസം നേടുന്നവരുടെ സംഖ്യ വളരെ കുറവായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം നേടിയതിനു ശേഷം പഠനം നിർത്തുന്നതായിരുന്നു ഇവിടുത്തെ രീതി. 1968 ഈശോസഭ വൈദികനായിരുന്ന ഫാദർ ആൻ്റണി മണിപ്പാടം പൂവാറിലേക്ക് കടന്നു വരികയും ലയോള സോഷ്യൽ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി എന്ന സ്ഥാപനത്തിന് അടിത്തറയിടുകയും ചെയ്തു. തയ്യൽ പരിശീലന കേന്ദ്രം, ട്യൂഷൻ ക്ലാസുകൾ, കമ്പ്യൂട്ടർ പഠനം, ക്രഷ് തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത്. 1962 ലയോളയിൽ സെൻറ്റ് സേവിയർസ് ഹാൾ പണിയുകയുണ്ടായി. തുടക്കത്തിൽ തയ്യൽ പഠന കേന്ദ്രം, പായ നെയ്ത്ത് തുടങ്ങിയ സാമൂഹിക ശുശ്രൂഷ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയിരുന്ന ഈ സ്ഥാപനം ഇപ്പോൾ BCom, BBA എന്നീ ഡിഗ്രി കോഴ്സുകൾക്ക് പ്രാധാന്യം നൽകി വരുന്നു. പൂവാറിൻ്റെ വിശ്വാസ ജീവിതവും വളർച്ചയും കണക്കിലെടുത്തുകൊണ്ട് ഡൊറോത്തിയൻ കോൺഗ്രിഗേഷൻ ഒരു കോൺവെൻറ്റ് സ്ഥാപിച്ചു. വിദ്യാഭ്യാസത്തിൽ വളരെ പിന്നോക്കമായിരുന്ന സാഹചര്യത്തിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിക്കുകയും വിദ്യാഭ്യാസം ഇടയ്ക്ക് വെച്ച് നിർത്തിയവർക്ക് വേണ്ടി വൈകുന്നേരങ്ങളിൽ ക്ലാസ് നൽകുകയും ചെയ്തു വരുന്നു. ആയിരത്തി 1986 ആരംഭിച്ച ടാഗോർ വായനശാലയുടെ പ്രവർത്തനങ്ങൾ ഇടവകയ്ക്ക് ഒരു നാഴികക്കല്ലാണ്. പ്രായഭേദ്യമന്യേ വായനയ്ക്കുള്ള അവസരങ്ങൾ ഇവിടെ നിന്നും ലഭിക്കുന്നു. വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിവിധ തരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. പഠനത്തിൽ മാത്രമല്ല കളിയിലും പൂവാർ ഇടവക വളരെയധികം നേട്ടം കൈവരിച്ചു വരികയാണ്. ആൺകുട്ടികൾക്കായി വിശുദ്ധ ബർത്തലോമിയോ ഫുട്ബോൾ അക്കാഡമി പ്രവർത്തിച്ചു വരുന്നു. അക്കാഡമിയിൽ 80ഓളം കുട്ടികൾ രാവിലെയും വൈകുന്നേരങ്ങളിലുമായി സ്ഥിരം പരിശീലനം നടത്തുന്നു.
BCCയുടെ ഇടവക മക്കളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഉണർത്തുവാൻ സാധിച്ചിട്ടുണ്ട്. വിശുദ്ധ കുർബാനയിലെ പങ്കാളിത്തം കൂടുതൽ ഉറപ്പുവരുത്തുവാൻ BCC വഴി സാധിക്കുന്നു. ധാരാളം ദൈവവിളികൾ കൊണ്ട് അനുഗ്രഹീതമാണ് പൂവാർ ഇടവക. ഇടവകയിൽ നിന്നും 10ഓളം വൈദികരും 20ഓളം സമർപ്പിതരുമുണ്ട്. ഇതിൽ പരിശീലനം നടത്തുന്നവരുമുണ്ട്. ചരിത്ര സ്മരണകൾ ഉണർത്തുന്ന പൂവാർ ഇടവകയിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള എല്ലാ വൈദികരെയും സമർപ്പിതരെയും നന്ദിയോടെ ഓർക്കുന്നു. ഈശ്വരസവിധത്തിലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. പിന്നിലേക്കൊന്ന് തിരിയുമ്പോൾ നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടാകാം. പക്ഷേ കോട്ടങ്ങളുടെ മുന്നിൽ തളരാതെ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാനുള്ള പരിശ്രമമാണ് പൂവാർ ഇടവകയെ വളർത്തുന്നത്.